നമസ്കാരം. SNDPയിൽ ഇടപെടാൻ തന്നെയാണ് CPMന്റെ തീരുമാനം. 2-3 ദിവസം മുൻപ് ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് പാർട്ടി ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം വളരെ പെട്ടെന്നുള്ളതല്ല എന്ന് വ്യക്തം. അഴുകി പുഴുത്തുനാറിക്കിടക്കുന്ന CPMലെ ചില ജീർണതകൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വെട്ടിത്തുറന്നു പറഞ്ഞത് മുതൽ തുടങ്ങിയ നീറ്റലാണ് CPMന്. SNDPക്കും വെള്ളാപ്പള്ളി നടേശനും സംഘപരിവാറുമായി പ്രത്യക്ഷത്തിലുള്ള ബന്ധത്തെ എന്തു വില കൊടുത്തും എതിർക്കുമെന്നാണ് പാർട്ടിയുടെ നേതൃത്വം പറയുന്നത്. വെള്ളാപ്പള്ളി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും വ്യക്തിപരമായ എതിർപ്പുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വെള്ളാപ്പള്ളിയെ 100% അനുകൂലിക്കാതിരിക്കാൻ വയ്യ. SNDP ശാഖകളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അംഗങ്ങളുടെ യോഗം വിളിച്ചു ചേർക്കുകയാണ് പോലും CPMന്റെ തീരുമാനം. ഇതിനായി പാർട്ടി നേതാക്കളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. SNDP നേതൃത്വത്തോട് എതിർപ്പുള്ളവരെയും യോഗത്തിൽ പങ്കെടുപ്പിച്ച് കൂടെ നിർത്താനും SNDPയിലെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യണമെന്നും കൂടി ധാരണയായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഇടപെടലാണ് CPM നടത്താൻ ഒരുങ്ങുന്നത്. സംഘപരിവാർ വിരുദ്ധത പറഞ്ഞ് ഇനി കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് CPMന് നന്നായി അറിയാം. BJPയുടെ മതരാഷ്ട്രവാദ ആശയഗതികൾക്കെതിരെ ആശയപ്രചാരണം നടത്തുമെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, എവിടെ നുഴഞ്ഞുകയറി കുത്തിത്തിരിപ്പുണ്ടാക്കാമോ അവിടെയെല്ലാം അത് ചെയ്തിട്ടുണ്ട് CPM. യഥാർത്ഥത്തിൽ കേരളത്തിൽ വർഗീയത പറയുന്നതും വർഗീയത വളർത്തുന്നതുമൊക്കെ CPM ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ ഈഴവരും വടക്കൻ കേരളത്തിലെ തീയരുമാണ്. ഈഴവരില്ലെങ്കിൽ പാർട്ടിയില്ല എന്നതാണ് അവസ്ഥ. പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ, KR ഗൗരിയമ്മ തുടങ്ങി മുതിർന്ന നേതാക്കളൊക്കെ ഈഴവരോ തീയരോ ആണ്. താഴേക്കിടയിലുള്ളവരുടെ എണ്ണമെടുത്താലും മുൻതൂക്കം ഇവർക്ക് തന്നെ. ഇപ്പോൾ പാർട്ടിയിലെ ജീർണതകൾക്കെതിരെ വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചതാണ് CPMനെ കലികൊള്ളിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിക്കെതിരായി പല ചെറുസംഘങ്ങൾ സമുദായത്തിലുണ്ട്. വെള്ളാപ്പള്ളി വിരുദ്ധത ഉയർത്തിക്കാട്ടി തങ്ങളുടെ പള്ള നിറയ്ക്കുകയാണ് പലരും ചെയ്യുന്നത്. ഇതാണ് CPM ഇപ്പോൾ മുതലെടുത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളിയുമായി ഇടഞ്ഞു നിൽക്കുന്നവരെ തങ്ങളോടൊപ്പം കൂട്ടുക. SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും യോഗത്തിൻ്റെ നേതൃപദവിയും സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരുപാട് സ്വപ്നജീവികളുണ്ട് സമുദായത്തിൽ. ഒരവസരത്തിൽ ഞാനും വെള്ളാപ്പള്ളിയെ എതിർത്തിരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് വിയോജിപ്പുണ്ടായിരുന്ന ആളാണ്. പക്ഷേ വെള്ളാപ്പള്ളിക്കെതിരെ നിന്ന് പോരാടുന്നു എന്ന് തോന്നിപ്പിക്കുന്നവരെക്കാൾ എന്തുകൊണ്ടും യോഗ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാതി വിവേചനം കണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. പറഞ്ഞിട്ടിപ്പോൾ നൂറ്റാണ്ട് തികഞ്ഞു. ഞങ്ങൾക്ക് ജാതിയില്ല, ഞങ്ങൾക്ക് മതമില്ല എന്ന് കാറിക്കരയുന്ന CPMകാരാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയിൽ കടന്നുകയറാനും ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാനുമൊക്കെ നടക്കുന്നത് എന്നോർക്കണം. കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ് നൂറ്റാണ്ടിനിപ്പുറവും കേരളത്തിൽ വർഗീയതയുണ്ട്. അത് പരിപോഷിപ്പിക്കുന്നതാകട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും. പിണറായി വിജയനെതിരെയും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചിരുന്നു. പാർട്ടി നേതാക്കൾക്കെതിരെ വ്യക്തിപരമായി പോലും SNDP നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നു എന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് വെള്ളാപ്പള്ളിയെ ലക്ഷ്യമിട്ടാണ്. വെള്ളാപ്പള്ളിയോട് എതിർത്ത് നിൽക്കുന്നവരെ കൂടെ കൂട്ടിയാൽ വെള്ളാപ്പള്ളി ഭയക്കുമെന്നും തങ്ങളുടെ വഴിക്ക് വരുമെന്നുമാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ക്ഷേത്രങ്ങൾ കൈയടക്കാൻ RSSന്റെ ശ്രമമുണ്ടെന്ന് കുറ്റപ്പെടുത്തിയ MV ഗോവിന്ദൻ വിശ്വാസികളുടെ കേന്ദ്രങ്ങളിൽ വർഗീയവാദം അനുവദിച്ചു കൊടുക്കാൻ പാടില്ലെന്നും ധാരാളം വിശ്വാസികളുള്ള പാർട്ടിയിലെ അണികൾ ആരാധനാലയങ്ങളിൽ പോകുന്നതിന് പാർട്ടിക്ക് തടസ്സമില്ലെന്ന ഔദാര്യവും നീട്ടുന്നുണ്ട്. പരമ്പരാഗത അടവു നയങ്ങളിൽ നിന്ന് CPM പിന്നോട്ട് പോകുന്നു എന്നു തന്നെയാണ് ഗോവിന്ദന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം മുൻകാലങ്ങളിൽ CPM കൈക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും കാലക്രമേണ അതേ രൂപത്തിലല്ലെങ്കിൽ പോലും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രവണത കൂടി നമുക്കിപ്പോൾ കാണാൻ കഴിയും. മുമ്പ് EMS സർക്കാർ രൂപീകരിക്കാൻ മതസമുദായ നേതാക്കളെ കൂട്ടുപിടിച്ചത് എങ്ങനെയാണോ അതിൻ്റെ മറ്റൊരു വശമാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമദൂര സിദ്ധാന്തം പുലർത്തുന്ന NSSനെ പെട്ടെന്ന് കടന്നാക്രമിക്കേണ്ട കാര്യമില്ലെന്ന് CPM തീരുമാനിച്ചത് മറ്റൊന്നുകൊണ്ടുമല്ല. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ വെള്ളാപ്പള്ളി നടേശന്റെ പേരെടുത്തു പറഞ്ഞ് വിമർശനമുയർന്നപ്പോൾ പാർട്ടിക്കകത്തുള്ളവർ തന്നെ എതിർക്കുകയാണ് ചെയ്തത്. തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJSന്റെ ഇടപെടൽ ഒരു പരിധിവരെ ഇടതുപക്ഷത്തിന് ദോഷം ചെയ്തെന്നും അന്ന് വിമർശനമുയർന്നിരുന്നു. സപ്തകക്ഷി മുന്നണിയുടെ പിൻബലത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് 1967 EMS എറണാകുളത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ P. രാജൻ ചോദിച്ചു, മുസ്ലിം ലീഗ് പോലെ ഒരു വർഗീയ കക്ഷിയുമായി CPM ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ന്യായീകരണം എന്താണ്? അപ്പോൾ EMS പറഞ്ഞത്, ലീഗിലെ പാവപ്പെട്ടവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുമായി അടുത്ത് പ്രവർത്തിക്കുമ്പോൾ കാര്യം മനസ്സിലാകും, അങ്ങനെ അവർ ഇടതുപക്ഷത്തിലേക്ക് എത്തും എന്നായിരുന്നു. ഇതായിരുന്നു EMSന്റെ മറുപടി. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ സപ്തകക്ഷി മുന്നണി വൻ വിജയം നേടി. കോൺഗ്രസ് വെറും 9 സീറ്റുകളിലേക്ക് ചുരുങ്ങി. EMS സർക്കാർ അധികാരത്തിൽ വന്നു. എന്തായാലും 1.5 വർഷമായപ്പോഴേക്കും സപ്തകക്ഷി മുന്നണി സംവിധാനം തകർന്നു തരിപ്പണമായി. EMS പറഞ്ഞത് ലീഗിലെ പാവപ്പെട്ടവർക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുമായി അടുത്ത് പ്രവർത്തിക്കുമ്പോൾ കാര്യം മനസ്സിലാകുമെന്നും അങ്ങനെ അവർ പാർട്ടിയിലേക്ക് എത്തുമെന്നുമാണ്. എന്നാൽ സംഭവിച്ചതോ വെറും 1.5 വർഷം കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി സ്വരൂപം ലീഗിന് മനസ്സിലായി.
യഥാർത്ഥത്തിൽ അവർക്കത് മനസ്സിലായി. ഇപ്പോൾ SNDPയിൽ പിടിമുറുക്കുന്നതോടെ തങ്ങളുടെ അടിസ്ഥാനം SNDP ആണെന്ന് പറയാതെ പറയുകയാണ് CPM. SNDPയിലെ പാർട്ടി അനുഭാവികളെ ഒന്നിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈഴവരായ സർക്കാർ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിതരാകും. പാർട്ടി പരിപാടികൾക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും കൊണ്ടുവരുന്നത് പോലെ. SDPയെയും ജമാഅത്ത് ഇസ്ലാമിയെയും കൂടെ കൂട്ടിയിട്ടും കേരളത്തിൽ CPMന്റെ അവസ്ഥ ഇതാണ്. കേരളത്തിൽ ഇത്രയധികം വർഗീയത വളർന്നത് പിണറായി വിജയൻ ഭരണം തുടങ്ങിയ ഈ 8 കൊല്ലങ്ങൾക്ക് ഇപ്പുറമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കുകയാണ് CPM. MV ഗോവിന്ദനല്ല, പിണറായി വിജയനല്ല, അതിനപ്പുറമുള്ളവൻ വന്നാൽ പോലും ഭയക്കുന്നവനല്ല വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ സമുദായാംഗങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അടിസ്ഥാന സ്വഭാവം. ഇവിടെയും ഈഴവരുടെ ചോര കുടിക്കാനുള്ള ശ്രമമാണ് വൈറസുകളേക്കാൾ അപകടകാരികളായ CPM നടത്താൻ ഒരുങ്ങുന്നത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം.